നമസ്കാരം, ഞാൻ വേണു മഹാദേവ്. നമ്മൾ വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ വ്യാഴമാറ്റത്തിന് ഇപ്പോൾ ഈ മിഥുനം രാശിയിലേക്ക് വ്യാഴം വരുമ്പോൾ വളരെയധികം ഭാഗ്യങ്ങളും ഒരുപാട്, അതായത് എന്താ പറയുക, വലിയ ലോട്ടറി അടിക്കും, കോടിക്കണക്കിന് ലോട്ടറി അടിക്കും, മഹാഭാഗ്യങ്ങൾ വരും, രാജയോഗം വരും എന്നൊക്കെ ഒരു പ്രവചനങ്ങളുണ്ട്. പക്ഷേ വളരെ ഫ്രാങ്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വ്യാഴം മാറുമ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ നമുക്കൊരു ചെറിയ ചേഞ്ചുകൾ, അതായത് കടം ഉണ്ടെങ്കിൽ കടം ഒന്ന് മാറി വരിക, സാമ്പത്തികമായിട്ടൊരു കുറച്ചുകൂടി ഒരു പ്രോഗ്രസ് വരിക, ഇതൊക്കെ വരുള്ളൂ. അതുപോലെ തന്നെ വലിയ കഷ്ടതകളുണ്ടെങ്കിൽ ഒന്ന് മാറി വരും, അസുഖങ്ങളുണ്ടെങ്കിൽ അത് എന്നെ ശാന്തി വരും, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ വലിയ മഹാഭാഗ്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ വലിയ കഠിന ദ്രോഹങ്ങളും ഈ ഗ്രഹങ്ങളൊന്നും ചെയ്യത്തില്ല. നമ്മുടെ യുക്തിയും ബുദ്ധിയും കൂടെ ജ്യോതിഷത്തിലായിരുന്നാലും ഏത് ഫീൽഡിലും നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ മകരം രാശിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. മകരം രാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉത്രാടത്തിൻ്റെ മുക്കാൽ, അതായത് ഉത്രാടത്തിൻ്റെ അവസാനത്തെ 2, 3, 4 പാദങ്ങളും, പിന്നെ തിരുവോണം, അതുപോലെ തന്നെ അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദം, അവിട്ടം പകുതി, ഇതാണ് മകരമെന്ന് സ്ഥിരമായിട്ട് യൂട്യൂബൊക്കെ കാണുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മകരം രാശിക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യാഴം മാറുന്നത് പൊതുവിൽ അത്ര അങ്ങോട്ട് ഗുണമെന്ന് പറയാൻ പറ്റില്ല. കാരണം 6ലേക്കാണ് മാറുന്നത്. അപ്പോൾ പലരും പറയുന്നുണ്ട് വ്യാഴമാറ്റം വലിയ കുഴപ്പം ചെയ്യുന്നു. വലിയ കുഴപ്പമൊന്നും ചെയ്യത്തില്ല. കാരണം അവർക്ക് ഈ മകരം രാശിക്കാരെ സംബന്ധിച്ച് എപ്പോഴും 3ാം ഭാവാധിപത്യമുള്ള വ്യാഴമാണ്. കൂടെ 12ാം ഭാവാധിപത്യം കൂടെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. കാരണം ഇവരെ സംബന്ധിച്ച് ജീവിതത്തിൽ എപ്പോഴും ഈ വ്യാഴം മാറിയാലും അല്ലെങ്കിലും ജീവിതത്തിൽ എപ്പോഴും വ്യാഴം എന്ന് പറഞ്ഞാൽ നമുക്ക് ധനം, സന്താനം, അതുപോലെ തന്നെ ദൈവാധീനം, നമ്മളെ ഗുരുത്വം, നമ്മളെ പഠനം, ഇതൊക്കെയാണ് വ്യാഴനെ കൊണ്ട്. അപ്പോൾ അതിലെന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാഴം ജീവിതത്തിൽ അല്ലെങ്കിലും ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ സ്ഥായിയായിട്ട് സ്ഥിരമായിട്ട് ധനം നിൽക്കത്തില്ല. ധനം ഇങ്ങനെ വന്ന് പോയി അങ്ങനെ നിൽക്കത്തുള്ളൂ. അത് ഈ 12ാം ഭാവാധിപത്യം കൂടെ ഉള്ളതുകൊണ്ട്. പിന്നെ 3ാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് സപ്പോർട്ട് വരും എപ്പോഴും. അതായത് 3 എന്ന് പറഞ്ഞാൽ സഹായസ്ഥാനമാണ്, പല സഹായങ്ങൾ കിട്ടും. ഇനി മകരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ഇപ്പം മാറിയത്, നമ്മൾ 2-3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നിങ്ങൾ പണം മുടക്കി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ധനം മുടക്കിയിട്ടുള്ളവരാണെങ്കിൽ അതിൽ വലിയ ഡെവലപ്മെൻറ്റ് ചെയ്യരുത്, ഒരുപാട് ധനം മുടക്കരുത്. ഉള്ള ഒരവസ്ഥയിൽ ഇങ്ങനെ ഒരു ന്യൂട്രൽ അങ്ങ് പോയാൽ മതി. പിന്നെ നമ്മളെ സഹായിച്ചിരുന്നവർ, അല്ലെങ്കിൽ ഉന്നതർ, അല്ലെങ്കിൽ വലിയ വലിയ വ്യക്തിബന്ധമുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സൗഹൃദമൊക്കെ ഉണ്ടെങ്കിൽ അത് അകലാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ അവരെ അകറ്റാതെ നമ്മൾ അവിടെ കുറച്ച് നയം പാലിക്കണം. അതായത് വാക്കിലും പ്രവൃത്തിയിലും കുറച്ച് ക്ഷമ, നമ്മുടെ സമയം അത്ര നന്നല്ല എന്നൊരു ബോധം എപ്പോഴും നമ്മൾ സൂക്ഷിച്ചിരുന്നാൽ അതിലൊന്നും പ്രശ്നം വരില്ല. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പഠനത്തിലും അതുപോലെ തന്നെ പുതിയ ജോലി കിട്ടാനും ഒക്കെ സമയം നല്ലതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് വ്യാഴം 6ൽ പോയെങ്കിലും നിങ്ങളുടെ ശനിദോഷം മാറി നിൽക്കുകയാണ്. ഇപ്പം ശനിദോഷം തീർന്നു. അപ്പം ശനി 3ലാണ്. 3ൽ സഹായസ്ഥാനത്താണ്. അപ്പോൾ ശനി സഹായിക്കും നമ്മളെ. ഞാൻ ഇതിൻ്റെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. നമുക്ക് ഒരു ഗ്രഹത്തെ കൊണ്ട് മാറ്റം കൊണ്ട് കുറേ ഗുണം വരുമ്പോൾ വേറൊരു മാറ്റം വരുമ്പം അതുകൊണ്ട് കുറച്ച് ദോഷം വരാം. അപ്പോൾ വ്യാഴം കൊണ്ട് നമുക്ക് കുറച്ച് കുറവ് വന്നാൽ അത് നേരത്തെ മാറി ശനിയെ കൊണ്ട് കിട്ടി. കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കണ്ടകശനി മാറിയില്ലേ. അപ്പം നമുക്ക് കണ്ടകശനി വഴിയുള്ള ധനനഷ്ടവും, നമ്മുടെ പ്രവൃത്തിയിലുള്ള നഷ്ടവും, വാക്കുകൊണ്ട് പലരും നമ്മളെ നിന്ന് അകന്നതും ഒക്കെ മാറും. അകന്നിരുന്ന ആൾക്കാരെല്ലാം വീണ്ടും അടുക്കും. നമുക്ക് നമ്മളെ സ്നേഹബന്ധങ്ങളെല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് ഗുണം വരും. പക്ഷേ 6ലെ വ്യാഴം വേറൊരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ, ചതിവ് വരാം, ചതിവ് കള്ളം വരാം. എന്ന് പറഞ്ഞാൽ ധനം കൈകാര്യം ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം. ധനകാര്യ സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ ക്യാഷ്യറായിട്ട് വർക്ക് ചെയ്യുന്നവർ, വലിയ ധനം കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ, നമുക്ക് ബാങ്കിൽ പോയി ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരുന്നാൽ നമ്മളിപ്പോൾ ഒരാളിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യണം, നമ്മൾ ധനം എടുത്ത് വരികയാണ്, കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. യാത്രയിൽ ധനം കൊണ്ടു നടക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്രതീക്ഷിത നമ്മൾ പോലും അറിയാതെ എവിടെ പോയെന്ന് അറിയില്ല, ധനം നഷ്ടപ്പെടും. അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, ധനപരമായിട്ട് നമ്മളെ ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്നവരാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലാണ്, സഹായിക്കാനായിട്ട് ചില അവിഹിത മാർഗങ്ങൾ നമ്മളെ തേടിയെത്തും. അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം.
അവിടെ ഇടപെടുമ്പോൾ അതിൻ്റെ അപവാദങ്ങളോ പഴിയോ പ്രശ്നങ്ങളോ നാളെ നമ്മളെ ബാധിക്കുള്ളൂ, അവരെ ബാധിക്കില്ല. അവർ വളരെ ബുദ്ധിപൂർവ്വം നമ്മളെ തലയിൽ കൊണ്ടുവയ്ക്കും. അത് ശ്രദ്ധിച്ചോളണം. പിന്നെ മറ്റൊന്ന്, വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ആ ചൊവ്വയുടെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാവുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ കുറച്ച് ദൈവാധീനം വർദ്ധിപ്പിച്ചിരുന്നാൽ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തായി മാറി കിട്ടും. അതായത് കാലൊടിയേണ്ടത് കാലിൻ്റെ അറ്റത്ത് ഒരു കല്ലി തട്ടി ചെറിയ ചോര പൊടിഞ്ഞങ്ങ് മാറും. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ, വിദേശത്ത് പോകുന്നവർക്ക് ഗുണമാണ്. പഠിക്കാനായിരുന്നാലും ജോലിക്കായിരുന്നാലും അതിന് ശ്രമിക്കുന്നവർക്കും തടസ്സങ്ങളൊക്കെ നീങ്ങും. അതുപോലെ തന്നെ സർക്കാർ പരമായിട്ട് നമുക്ക് എന്തെങ്കിലും സഹായങ്ങളോ ലോണോ അല്ലെങ്കിൽ നമുക്ക് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടും. നമുക്ക് ബില്ലൊക്കെ മാറി കിട്ടാണെങ്കിൽ കിട്ടും. അങ്ങനെ അതിന് കുറച്ച് അനുകൂലമായ സമയമാണ്. യാത്രകൾ വളരെ സൂക്ഷിക്കണം. യാത്ര ക്ലേശം വരാം. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് സഹകരിക്കുന്നവർ, അതായത് പ്രത്യേകിച്ചും സാമൂഹ്യ പ്രവർത്തകർ, കലാകാർ, ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് അവരോട് ഏറ്റവും എല്ലാ കാര്യങ്ങളും ഇവരെ ഏറ്റവും വിശ്വസ്തര വെച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരിൽ നിന്ന് ചതി വരാതെ അവർ നമ്മളെ ഒറ്റ കൊടുക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിച്ച് അതിന് പേരുദോഷം വരുത്തരുത്. അതായത് ജാമ്യം നിൽക്കരുത്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇപ്പോൾ മധ്യസ്ഥ പറഞ്ഞ അവസാനം അത് നമുക്ക് പഴി വാങ്ങി തരരുത്. ഇതെല്ലാം ശ്രദ്ധിക്കണം. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇപ്പം വലിയ പൈസയൊന്നും മുടക്കരുത്. ക്രമേണ കൊണ്ടേ മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുക. കാരണം ആ രാഹു ഏത് മാറ്റം കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടി ഗുണം വരും. പിന്നെ ഭൂമിപരമായിട്ട് നമ്മളിപ്പോൾ ഒരു വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് കുടുംബ സ്വത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾ കൊണ്ട് അത് സെറ്റിൽ ചെയ്യാനൊക്കെ പോയാൽ നഷ്ടം വരും. അതുകൊണ്ട് ഭൂമി ഇടപാടുകൾ വലുതായിട്ട് നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ട. മറ്റൊന്ന്, ഈ ജപ്തി അല്ലെങ്കിൽ അതുപോലെ കിടക്കുന്ന ഭൂമിയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ എവിടെന്നെങ്കിലും പണം മറിച്ച് അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കരുത്. ധനനഷ്ടം വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ശനി 3ലേക്ക് മാറിയതും പിന്നെ സർപ്പൻ്റെ ഇപ്പോഴത്തെ 3ലെ സ്ഥിതിയൊക്കെ കുറച്ചുകൂടി നമുക്ക് പല കാര്യങ്ങൾ, അത് കർമ്മപരമായിട്ട് ഗുണം വരും. അതായത് നമ്മൾ കുറച്ച് കഠിന പ്രയത്നം ചെയ്താൽ നിലവിലുള്ള അവസ്ഥകളിൽ ധനപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളും വലിയ ദോഷമില്ലാതെ പോകാം. എങ്കിലും സമയം അത്ര നന്നല്ല, വലിയ ദോഷം ചെയ്യത്തില്ല. വ്യാഴം ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു കാരണവരുടെ സ്ഥാനത്ത് കണ്ടാൽ മതി. കാരണവർ നമ്മളെ ഒരിക്കലും പിന്നെ ദോഷപ്പെടുത്താൻ ആഗ്രഹിക്കില്ല കുടുംബകാരണവർ. പക്ഷേ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ നിവൃത്തിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിനൊരു നല്ല കാലം വരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യം വന്ന് എണീറ്റിരിക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതുവരെ വലിയ പുതിയ പദ്ധതികളും ഒരുപാട് ധനം മുടക്കുന്ന കാര്യങ്ങളും ചെയ്യാതിരിക്കുക. മകരക്കൂറുകാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ധനപരമായിട്ട് ഗുണം വരാനാണെങ്കിൽ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രങ്ങളിൽ ചെന്ന് ഭജിക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കുമാരസൂക്ത അർച്ചന പോലുള്ള അതൊക്കെ ചെയ്യുന്നത് കുറേ നമുക്ക് ധനപരമായിട്ട് മാറ്റം ഉണ്ടാക്കും. ഈ വീഡിയോയുടെ ഏറ്റവും താഴെ എൻ്റെ ഫോൺ നമ്പറുണ്ട്. അതിൽ വാട്സപ്പ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചോ എന്നോട് നിങ്ങൾക്കുള്ള സംശയങ്ങളോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം നോക്കാനോ ഇപ്പോഴുള്ള സമയങ്ങളിലോ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കൂ. ഞാൻ അതിനുള്ള സപ്പോർട്ടോ ഉപദേശങ്ങളോ തന്നുകൊള്ളാം. തീർച്ചയായിട്ടും നിങ്ങളെ വ്യാഴഭഗവാൻ കൈവിടില്ല. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം ചാരവശാൽ മാറുന്നത്. ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഗ്രഹനിലയിൽ ഇടവൻ രാശിയിലാണ്. ഇനി അത് മിഥുനത്തിലേക്കാണ് മാറുന്നത്. അപ്പോൾ വ്യാഴം മാറുമ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ മെയ്യിൽ, അതായത് മാർച്ച് ലാസ്റ്റോടുകൂടി, മാർച്ച് 28-ാം തീയതി കഴിഞ്ഞപ്പോൾ ശനി മാറിയതിൻ്റെ ഒരു ഗുണദോഷങ്ങൾ നമ്മളെ പൊതുവായിട്ട് എല്ലാ നക്ഷത്രക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിൽ ശനിമാറ്റം കൊണ്ട് ദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ കണ്ടകശനിയോ ഏഴരശനിയോ ഒക്കെ ബാധിച്ച പലരെയും ഈ വ്യാഴമാറ്റം കുറേ ഗുണകരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വ്യാഴം മാറുന്നത് 2025 മെയ് 14 ഉദയാൽ 41 നാഴിക 14 വിനാഴിക ഉള്ളപ്പോഴാണ്. അപ്പോൾ വ്യാഴം മാറുക എന്ന് പറയുമ്പോൾ പൊതുവിൽ ഇപ്പോൾ നമ്മുടെ ഈ ജ്യോതിഷ ഫലപ്രവചനങ്ങൾ നോക്കിയാൽ അറിയാം, നമുക്ക് മിക്കവാറും ഓരോ ഗ്രഹമാറ്റത്തിന്, അതായത് ശനിമാറ്റമായിരുന്നാലും വ്യാഴമാറ്റമായിരുന്നാലും ഇനിയിപ്പോൾ ഒരു 2 മാസം കൂടി കഴിയുമ്പോൾ രാഹുകേതുക്കൾ മാറുന്നുണ്ട്. ഇവരെല്ലാം മാറ്റം വരുമ്പോൾ പലരും പറയുന്നു ചില കൂറുകാർ, ചില നക്ഷത്രക്കാർ ഭയങ്കരമായി രക്ഷപ്പെടും, ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കൊരു വഴികാട്ടിയാണ് ജ്യോതിഷം.
അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ വ്യാഴം മാറുന്നു, വളരെ അത്ഭുതകരമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് വരും. അതുപോലെ തന്നെ ചില കൂറുകാരെ സംബന്ധിച്ച്, ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് അനിഷ്ടങ്ങൾ വരാനുള്ള സാധ്യത വരുമെന്നല്ല. അവരുടെ ദശാപകാരങ്ങളും അതുകൊണ്ട് അവരുടെ പ്ലാനറ്ററി പൊസിഷനിൽ വ്യാഴം നല്ല പൊസിഷനിലൊക്കെ ആണെങ്കിൽ വലിയ ദോഷം ചെയ്യത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാരവശാൽ വ്യാഴം മാറുന്നു, അതുപോലെ തന്നെ തൊട്ട് മുമ്പ് ശനി മാറി. ഇതൊന്നും ഒരു വലിയ പിന്നെ എന്താ പറയുക, ജീവിതത്തിൽ ഒരു വലിയ കടുത്ത ദോഷം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. നിലവിലുള്ള അവസ്ഥയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇത് തന്നെയാണ് എപ്പോഴും ഏത് ഗ്രഹമാറ്റം കൊണ്ടും വരുന്നത്. അപ്പം വ്യാഴമാറ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ഈ വ്യാഴം മാറുമ്പോൾ അതിൽ ഏതൊക്കെ കൂറുകാരെയാണ് ഇത് കൂടുതൽ ഗുണകരമായിട്ടോ അല്ലെങ്കിൽ ദോഷകരമായിട്ടോ ബാധിക്കുന്നു നമ്മൾ നോക്കണം. അപ്പം ഏതൊക്കെ കൂറെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മേടം കൂറ്. വ്യാഴമാറ്റം ഏറ്റവും കൂടുതൽ കുറച്ച് അനിഷ്ടം ഉണ്ടാക്കാവുന്ന ഒരേ ഒരു കൂറുകാർ മേടക്കൂറുകാരാണ്. കാരണം വ്യാഴം 3, 6, 8, 12 പിന്നെ പോകുമ്പോഴാണ് വ്യാഴത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പം നമ്മൾ ഇതിൽ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് 3ാം സ്ഥാനത്തേക്കാണ്. ഒപ്പം 7ര ശനിയും കൂടിയുണ്ട്. അവർക്ക് 7ര ശനിയെ പോലെ തന്നെ 12ൽ സർപ്പനുമുള്ള സമയമാണ്. മാത്രമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 6ാം ഭാവത്തിൽ കേതുവും കൂടെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒരു എന്ത് പറയാൻ, ഈ വ്യാഴമാറ്റം കൊണ്ട് 2ൽ നിന്ന് 3ലേക്ക് മാറുന്നതുകൊണ്ട് മേടക്കൂറുകാരെ, അതായത് അശ്വതി, ഭരണി, കാർത്തിക കാലുകാരെയാണ് കുറച്ച് കൂടുതൽ അനിഷ്ടമായി ബാധിക്കുന്നത്. ബാക്കി എല്ലാവർക്കും, അതായത് 5, 9 ഭാവങ്ങളിലേക്ക് മാറുന്നവർക്കും 11ലേക്ക് മാറുന്നവർക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായി. അതായത് വ്യാഴം ഒരിക്കലും ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യില്ല എന്നർത്ഥം. ഒരു ബ്രാഹ്മണ ഗ്രഹമാണ്. സർവേശ്വരകാരകൻ എന്ന് പറയുന്നത് നമുക്ക് ദൈവാധീനം തരുന്നത് ഈ വ്യാഴഗ്രഹമാണ്. സന്താനങ്ങളെയും സന്താനങ്ങളുടെ അഭിവൃദ്ധിയും തരുന്ന വ്യാഴഗ്രഹമാണ്. കരിയർ വൈസ് ആയിരുന്നാലും ധനപരമായിട്ടായിരിക്കും നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും തരേണ്ടത് വ്യാഴമാണ്.